നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്ന വിഷയം, നമുക്ക് ഏതെങ്കിലും വ്യക്തിയോടൊരു ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, അവർ ഒരിക്കലും നമ്മളെ വിട്ടു പോകരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ചേർത്ത് നിർത്താൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. പല കാര്യങ്ങളും ചെയ്തു നോക്കിയിട്ടും ഫലം കിട്ടാതെ ഇരിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ വ്യക്തിക്ക് എന്ത് ചെയ്താലാണ് ആ വ്യക്തി തിരിച്ചു വരിക എന്നുള്ളത്. അത് മനസ്സിലാക്കി അതേപോലെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയെ കൊണ്ടുവരാൻ പറ്റും. പല കാരണങ്ങൾ കൊണ്ടും നിങ്ങളിൽ നിന്ന് അകന്നു പോകാം. അത് തേർഡ് പാർട്ടി ആവാം, അതല്ലെങ്കിൽ ആ വ്യക്തി ഉദ്ദേശിച്ച കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേണ്ട എന്നൊരവസ്ഥ വരാം. അങ്ങനെ മറ്റ് പല കാരണങ്ങളും വരും. അതെന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ആ ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് ആ വ്യക്തിയെ കൊണ്ടുവരാൻ പറ്റും. ഇന്ന് പറയാൻ പോകുന്നത് ഓൾറെഡി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾ ചെയ്യുക, വിശ്വാസത്തോടു കൂടി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. നമ്മളത് ചെയ്തു നോക്കുക, അതിന് ഫലം കിട്ടുമോ നോക്കട്ടെ എന്ന രീതിയിൽ ഒരിക്കലും ചെയ്യാതിരിക്കുക. ഇത് കൃത്യമായിട്ട് നിങ്ങൾ 21 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക. അത് ഒരാഴ്ച ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഫലം മാറ്റം തിരിച്ചറിയാൻ തുടങ്ങും. അതിന് നമുക്ക് വേണ്ട ഒരു ചെറിയ കഷ്ണം ചന്ദനവും ഒരു കഷ്ണം മഞ്ഞളും, ഉണക്ക മഞ്ഞളാണ് നമുക്ക് വേണ്ടത്. ഒരു ചെറിയ കഷ്ണം ചന്ദനവുമാണ് വേണ്ടത്. എന്നിട്ട് രാവിലെ ഒരു 10 മിനിറ്റ് നേരം നിങ്ങൾ അതിനു വേണ്ടി സമയം കണ്ടെത്തണം. ആ എഴുന്നേറ്റ ഉടനെ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു പേപ്പറിൽ ആദ്യമേ ഒരു പേപ്പർ എടുത്ത് അതിൽ നിങ്ങൾ 2 പേരുടെ പേരും എഴുതുക. പേരെഴുതിയതിനു ശേഷം ഈ ചന്ദനം ആ വ്യക്തിയായി സങ്കല്പിച്ചുകൊണ്ട് ആ ചന്ദനത്തിൻ്റെ കഷ്ണം ആ വ്യക്തിയാണെന്ന സങ്കല്പത്തിൽ ആ പേപ്പറിലേക്ക് വയ്ക്കുക. മഞ്ഞൾ നിങ്ങളാണെന്നുള്ള ആ ഒരു സങ്കല്പം മനസ്സിൽ കരുതിക്കൊണ്ട് അത് ആ പേപ്പറിലേക്ക് വെച്ചതിന് ശേഷം ആ പേപ്പറിൽ വെച്ച് അത് മടക്കുക. നന്നായി മടക്കി ഒരു നൂല് കൊണ്ട് കെട്ടുക. നൂല് കൊണ്ട് കെട്ടിയതിന് ശേഷം രാവിലെ അത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു 10 മിനിറ്റ് നേരം നിങ്ങൾ ദീർഘമായിട്ട് ആദ്യം ഒരു 7 പ്രാവശ്യം ശ്വാസം ഉള്ളിലേക്കെടുത്ത് സാവധാനം പുറത്തേക്ക് വിടുക. അങ്ങനെ 7 പ്രാവശ്യം ചെയ്തതിന് ശേഷം ആ വ്യക്തിയെ മനസ്സിൽ കാണുക. ഈ പൊതി കയ്യിൽ പിടിച്ചുകൊണ്ട് വേണം ആ വ്യക്തിയെ മനസ്സിൽ കാണാൻ. മനസ്സിൽ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ ആ വ്യക്തിയിൽ നിന്ന് ലഭിക്കണം എന്ന് നിങ്ങൾ കരുതുന്നത്, അതിപ്പോൾ ഓൾറെഡി അതേപോലെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് നിങ്ങൾ കാണുക. ആ വ്യക്തി നിങ്ങൾക്ക് ലഭിച്ചു എന്ന രീതിയിൽ വേണം അത് കാണാൻ. പൂർണ്ണമായും വിശ്വസിക്കുക. മനസ്സിൻ്റെ ഉള്ളിൽ അത് വിശ്വാസത്തിൽ കൊണ്ടുവരിക. അതല്ലാതെ ഇത് ചെയ്തു നോക്കട്ടെ എന്നല്ല. ആ ഒരു മനസ്സിൽ ആ സമയത്ത് നിങ്ങൾ കാണേണ്ടത് ആ വ്യക്തി പൂർണ്ണമായും നിങ്ങളിലേക്ക് എത്തി എന്ന് തന്നെയാണ്. മറ്റൊരു ചിന്തയും ആ സമയത്ത്, മറ്റൊരു കാര്യത്തെക്കുറിച്ചുള്ള ചിന്തയും ആ സമയത്ത് കടന്നു വരരുത്. നിങ്ങൾക്ക് എന്താണ് ആ വ്യക്തിയുമായിട്ട് ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ആ വ്യക്തിയുമായി പുറത്തു പോകുന്നതാണെങ്കിലോ, അല്ലെങ്കിൽ ഫോൺ വിളിച്ച് സംസാരിക്കുന്നതാണെങ്കിലോ, അതല്ലെങ്കിൽ ആ വ്യക്തിയുടെ കൂടെ ജീവിക്കുന്നതായിട്ടോ, എന്താണോ നിങ്ങളുടെ ആവശ്യം അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പോലെ നിങ്ങൾ കാണുക. ഇതാണ് റിയാലിറ്റി, ഇതാണ് സത്യം എന്നൊരവസ്ഥയിൽ ആ വ്യക്തി നിങ്ങളുടെ അടുത്തെത്തി നിങ്ങൾ ആഗ്രഹിച്ച പോലെ എന്നായിരിക്കണം നിങ്ങളത് കാണേണ്ടത്. അങ്ങനെ കണ്ടുകൊണ്ട് നിങ്ങളൊരു 10 മിനിറ്റ് നേരം ഇരിക്കുക. 10 മിനിറ്റ് നേരം ഇരുന്നതിന് ശേഷം നിങ്ങൾക്ക് അത് എവിടെയെങ്കിലും എടുത്തു വയ്ക്കാം, സൂക്ഷിച്ചു വയ്ക്കാം. പിറ്റേ ദിവസം രാവിലെ അത് തന്നെ എടുത്ത് വീണ്ടും 10 മിനിറ്റ് അതേപോലെ ചെയ്യുക. ഇങ്ങനെ 21 ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യണം. അത് ഒരാഴ്ച ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്കതിൻ്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. മാറ്റങ്ങൾ ആ വ്യക്തിയുമായിട്ടുള്ള സംസാരത്തിലോ പെരുമാറ്റത്തിലോ ഒക്കെ ആ മാറ്റം തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ ആ മാറ്റം തിരിച്ചറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് 21 ദിവസം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാം. ഒരാഴ്ച അല്ലെങ്കിൽ മാക്സിമം പോയ 10 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു മാറ്റങ്ങളൊന്നും അതിന് സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റ് തടസ്സങ്ങളെന്തോ നിലനിൽക്കുന്നുണ്ട്. അത് ചിലപ്പോൾ തേർഡ് പാർട്ടിയുമായി ബന്ധപ്പെട്ടാവാം, അതല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും കാരണങ്ങളായിരിക്കാം. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ എന്താണ് ആ തടസ്സം എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഇതിൻ്റെ അവസാനം കാണും, അതിൽ മെസ്സേജ് ചെയ്യുക. കാരണം എന്ത് ചെയ്താലും നടക്കാത്ത കാര്യങ്ങളുള്ള വ്യക്തികളുണ്ടാവും. അവർക്ക് ജീവിതത്തിൽ തന്നെ അവർ വിചാരിച്ച കാര്യങ്ങളൊന്നും ശരിയായ രീതിയിൽ നടക്കാത്ത അവസ്ഥയുണ്ടാവും. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ നോക്കി തീർച്ചയായിട്ടും ആ വ്യക്തിയെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഒരിക്കലും വിഷമിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് അവരെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഉറപ്പായിട്ടും കൊണ്ടുവരാം.
അതിന് തുടക്കത്തിൽ നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക. ഇത് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും. ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിലാണ് ഈ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി മുന്നോട്ട് നീങ്ങട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.